ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ തമ്മിലിൽ കണ്ടുപോലെ നമ്മുടെ പുതിയ തള്ളക്കോഴികൾക്കും കുട്ടികൾക്കും കൂടെ പകൽ കിടക്കാനായിട്ട് ചെറിയൊരു ടെമ്പററി കൂട് തട്ടിക്കൂട്ടുന്നതും അതുപോലെ ആ കുട്ടികളെ നമ്മുടെ വലിയ കോഴിക്കുട്ടികളെ എങ്ങനെ വളർത്തിയാലും അവരെ പെട്ടെന്ന് എങ്ങനെ വളർത്തിയെടുക്കാമെന്നും അതേപോലെ നമ്മുടെ വാഴപ്പിണ്ടിയില്ല, അപ്പോൾ വാഴപ്പിണ്ടി എങ്ങനെയാണ് പെട്ടെന്ന് കോഴിക്കുട്ടികൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാമെന്നും അതുപോലെ വാഴപ്പിണ്ടി അരിയുമ്പോൾ നമ്മുടെ ആ നൂലൊക്കെ കയ്യിൽ തടയാതെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടം എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുകൊണ്ട് ഗൈസ്, ഞാൻ പതിവ് പോലെയാണ് നമ്മുടെ വലിയ കോഴിക്കുട്ടികളെ തുറന്നു വിടാനായിട്ട് അവരുടെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവരുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസം ഇവിടെ നല്ല മഴയായതുകൊണ്ട് ഇന്ന് ഞാൻ കൂട്ടിൽ വെള്ളമൊന്നും തളിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കുറച്ച് മുട്ടത്തോടുണ്ടായിരുന്നു. ആ മുട്ടത്തോടെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ച് വെച്ച മുട്ടത്തോട് കുറച്ചുകൂടി ഇവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ ആ പൊടിച്ച് വെച്ച പൊടി. അപ്പോൾ നമുക്ക് ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വാഴപ്പിണ്ടി അരിയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ച് തീറ്റ എടുക്കുന്നുള്ളൂ. കുറച്ച് കോഴിത്തീറ്റയും കുറച്ച് തവിടും കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 5 ദിവസമായിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്നും എടുക്കാനില്ലെങ്കിൽ കുറച്ച് ഇതുപോലെ മുറിച്ച് നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു കേട് കൂടാതെ ഇങ്ങനെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. നല്ല കട്ടിയുണ്ട്, അതുപോലെ അളിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോളും കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന ഒരു ടിപ്സാണ്, നമ്മളുടെ വാഴപ്പിണ്ടി അരിയുമ്പോൾ അതിൻ്റെ ആ നൂലിങ്ങനെ കാണുമല്ലോ. അപ്പോൾ ആ നൂല് നമ്മുടെ പിച്ചാത്തിയിലും അതേപോലെ നമ്മുടെ കയ്യിലൊക്കെ കുടുങ്ങാതെ എങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടെ പിച്ചാത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മളുടെ ആ പിച്ചാത്തിലുള്ള കുറച്ച് എണ്ണയും തടവിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഈ വാഴപ്പിണ്ടി ഒരു കുറച്ച് നേരം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ ആ നൂല് കുടുങ്ങാതെ, അതായത് നമ്മുടെ ആ വാഴപ്പിണ്ടിയിലുള്ള നൂല് കുടുങ്ങാതെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിവിടെ അരിഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലെ പോളയെല്ലാം എടുത്ത് കളയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ പോള എടുത്ത് കളയുന്നില്ല. പോളയെന്ന് വെച്ചാൽ ആ കട്ടിയുള്ള ഭാഗം ഞാൻ എടുത്ത് കളയുന്നില്ല. അപ്പോൾ അത് കളയാതെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇച്ചിരി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുകയാണെങ്കിൽ ആ പോളയും കൂടെ നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തിലെ ആ ചെറിയ തണ്ടായിരിക്കും എല്ലാവരും എടുക്കുന്നത് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് എടുക്കുന്നതിനെക്കാട്ടി നല്ല നമുക്ക് ഇങ്ങനെ ഇതേപോലെ ആ പോളയോട് കൂടി ആ ചെറിയ തോടോട് കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അകത്തെ ആ വാഴപ്പിണ്ടി, ചെറിയ വാഴപ്പിണ്ടി കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ പിച്ചാത്തിയിൽ കുറച്ച് എണ്ണയും കൂടെ തേച്ചിട്ട് അതുപോലെ നമ്മുടെ ഈ വാഴപ്പിണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ അരിയുവാണെങ്കിൽ നമുക്കതിൽ ആ നൂലൊന്നും കട്ടിക്ക് പിടിക്കത്തില്ല. അപ്പോഴാണ് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ അരിയുന്ന കൂട്ടത്തിൽ തന്നെ ആ നൂലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അരിയുമ്പോൾ സാധാരണ നമ്മൾ അരിയുമ്പോൾ നമുക്കറിയാമല്ലോ ഇതേ ഈ നൂലിങ്ങനെ നമ്മുടെ കയ്യിലും പിച്ചാത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വാഴപ്പിണ്ടി എല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ തീറ്റ ഞാൻ ഇന്ന് കുറച്ചെടുത്തിട്ടുള്ളൂ. കാരണം ഇന്ന് ഞാൻ ഇവർക്ക് ഈ വാഴപ്പിണ്ടിയാണ് കുറച്ചേറെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇന്നത്തെ ഒരു ദിവസം. കാരണം ആ തീറ്റ എന്ന് പറഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് ആ ഒരു എന്താ പറയുക, സാധാരണ ഒരു മടുപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ആ കുറച്ച് തീറ്റ ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ആ വാഴപ്പിണ്ടിയും അതുപോലെ നമ്മുടെ ആ തവിടും നമ്മുടെ കോഴിത്തീറ്റയും കൂടെ കുഴച്ച് ആ മിക്സും കൂടെ നേരെ നമ്മുടെ കൂട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവരുടെ ആ രണ്ട് പാത്രത്തിലേക്ക് ഞാൻ കുറേശ്ശെ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, ഞാൻ എന്നും എടുക്കുന്നതിനെക്കാട്ടി എന്നും സാധാരണ ഞാൻ കുറച്ച് എടുക്കുന്നത്. അപ്പോൾ ആ എടുക്കുന്ന എന്നത്തേനെക്കാട്ടിയും കുറച്ചാണ് ഇന്ന് തീറ്റ ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം നമ്മുടെ വാഴപ്പിണ്ടി ഉള്ളതുകൊണ്ട്. അപ്പോൾ നേരെ നമ്മളുടെ കൂട്ടിൽ നിന്ന് കോഴിക്കുട്ടികൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ ഇവരെ തലേദിവസം നമ്മളാണെങ്കിൽ 2 കൂട്ടിലായിട്ടാണ് കയറ്റിയിടുന്നത്. പക്ഷേ ഇവർ രാവിലെ ആകുമ്പോഴത്തേനും എല്ലാം കൂടെ ഒരു കൂട്ടി വന്ന് കിടക്കും. കാരണം ആ കൂടിനകത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കാണിക്കുക. അതേണ്ട ആ ഒരു കൂടി ഞാൻ തുറന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇപ്പോൾ തുറന്നു വേണേ, സാധാരണ നമ്മൾ പകലങ്ങ് തുറന്ന് വെക്കും കേട്ടോ. കാരണം ഒന്നാമത് ചൂട് വെക്കുകയല്ലേ, അപ്പോൾ കുറച്ച് കാറ്റ് കയറിക്കോട്ട് തുറന്നു കിട്ടും കേട്ടോ പകൽ. അപ്പോൾ അങ്ങനെയാണ് ഇവരെ പകൽ രാവിലെ തുറന്നു വിടുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കിടക്കുന്നത്. അവയാണ് നമ്മുടെ ആ തീറ്റ അവർ ഏകദേശം തിന്നു തീരായിട്ടുണ്ട്. ആ തീറ്റ തിന്നു തീരായപ്പോൾ തന്നെ നമ്മുടെ ഈ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കണം അവർക്ക്. വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കും, കുറച്ച് എന്നിട്ട് ഞാൻ ഉച്ചക്കത്തേക്കൂടെ മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ വാഴപ്പിണ്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആദ്യമൊന്നും മൈൻഡ് ചെയ്യത്തില്ല, പിന്നെ കുറേശ്ശെ അവർ തിന്നോളും കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർ ഒറ്റയടിക്ക് അങ്ങ് തിന്നു തീർക്കത്തില്ല. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് 1-2 മണിക്കൂർ സമയം എടുത്ത് അവർ പയ്യെ നിന്ന് ആസ്വദിച്ച് കഴിച്ച് അവിടെ തീർക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കത്തേക്ക് ഇവരെ തുറന്നു വിടുമ്പോൾ വെളിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ടാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് വൈകിട്ടൊക്കെ മഴ പെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മഴക്കോളുണ്ട്, പക്ഷേ നല്ല ചൂടുമുണ്ട്, മഴയും പെയ്യണില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.
അപ്പോൾ എന്നിട്ട് നേരെ നമ്മുടെ പുതിയ തള്ളക്കോഴി നമ്മുടെ കുട്ടികളെയും കാണിക്കുക. അപ്പോൾ ഇവരെ ഞാൻ ഞായറാഴ്ച കൊണ്ടുവന്നതാണ്. ഇന്ന് 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇതുവരെ നമ്മൾ സ്റ്റോർ റൂമിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ എപ്പോഴും കുറച്ച് തീറ്റ നമ്മുടെ കൂട്ടിൽ തന്നെ, അതായത് നമ്മൾ ഇവരെ കിടത്തിയെടുക്കുന്നിട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം. കാരണം ഇവർ കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഒറ്റയടിക്ക് ഇവർ ആഹാരം കഴിക്കത്തില്ല. ഇവർക്ക് കുറച്ച് ഇവരെ കൊത്തി തിന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തള്ളക്കോഴിയാണെങ്കിലും തള്ളക്കോഴിയും അധികം തിന്നത്തില്ല. കാരണം തള്ളക്കോഴിയാണെങ്കിൽ കുട്ടികളെ കരുതി ഇന്ന് തള്ളക്കോഴി ചകഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഞാൻ സൈഡിലാണെങ്കിൽ കുറച്ച് നമ്മുടെ തിളപ്പിച്ചേറ്റ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും അതിൽ കുറച്ച് പഞ്ചസാരയും അതുപോലെ നമ്മളുടെ എന്താ പറയുക സാധാരണ ഞാൻ കൊടുക്കുന്ന കുറച്ച് സപ്ലിമെൻറ്റിൻ്റെയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം നല്ല ചൂടല്ലേ. അപ്പോൾ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ഇത്തിരി പച്ചവെള്ളത്തിൽ ഇവർക്ക് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ഈ നല്ല ചൂട് സമയത്ത് ഇവർക്ക് ഈ ചൂടുവെള്ളം തിളപ്പിച്ചേറ്റ് കൊടുക്കേണ്ട നേരത്തെ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടല്ലേ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഇവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ നമ്മുടെ തള്ളക്കോഴിയാണ് ഇവരെ ഇങ്ങനെ കൂടുതൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. തള്ളക്കോഴി അധികം കഴിക്കത്തില്ല. കുട്ടികൾക്ക് ഇവർ തള്ളക്കോഴി ചികഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ വലിയ കോഴിയെ നമ്മളുടെ കൂട്ടിൽ നിന്ന് നമുക്ക് ഇറക്കി വിടണം. അപ്പോൾ വലിയ കോഴിയെ കൂട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച് വെച്ച് നമ്മളുടെ ആ വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അധികം വന്ന്, ആ വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ച് നമ്മുടെ മുറ്റത്തോട്ട് വേറൊരു ചെറിയൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് നമ്മുടെ ആ വാഴപ്പിണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തലേദിവസത്തെ കുറച്ച് മീനിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു. മീനിൻ്റെ വേസ്റ്റ് വെച്ചാൽ കുറച്ച് അതിൻ്റെ കുടലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി തലയൊക്കെ നമ്മൾ നായക്കുട്ടിക്ക് വേവിച്ച് കൊടുത്തു. ബാക്കി കുറച്ച് മീനിൻ്റെ ചെറിയ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ വാഴപ്പിണ്ടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിക്കുട്ടികളെല്ലാം തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം സ്ഥിരം എങ്ങോട്ട് അവർ പോകുന്നത്, എങ്ങോട്ട് പോയാലും അവർക്ക് ഈ കൊത്തി തിന്നാൻ പറ്റത്തുള്ളൂ അവർക്കറിയാം. അപ്പോൾ അവരെ തുറന്നു വിടുന്നതോടെ അവർ നേരെ ഇറങ്ങി താഴേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേന് ഇവർ ഭയങ്കര ബഹളമാണ് കൂട്ടിക്കിടന്ന്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു ഉച്ചയാകുമ്പോഴത്തേന് ഭയങ്കര ബഹളമായിട്ട്. കാരണം ഇവരങ്ങ് ശീലിച്ചു. ഉച്ച കഴിയുമ്പോൾ ഞാനിവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ തുറന്നു വിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും രാവിലെ കൊടുത്ത വാഴപ്പിണ്ടിയുടെ അരിഞ്ഞിട്ട് കൊടുത്തത് നമ്മുടെ തീറ്റ എല്ലാം ഉച്ചയായപ്പോഴത്തേന് ഇവർ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് അഴിച്ചു വിട്ടു അവരെ. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പുതിയ തള്ളക്കോഴിക്കും കോഴിക്കുട്ടികൾക്കും കൂടെ ഞാൻ തട്ടിക്കൂട്ടുന്ന ചെറിയൊരു കോഴിക്കൂട്. അതായത് പകൽ ഇവരെ ഇടാൻ വേണ്ടിയുള്ള ചെറിയ ഇതാണ്. കാരണം ഇപ്പം ഇവർ മണ്ണിൽ കളിച്ച് വളരേണ്ട സമയമാണ്. നമ്മുടെ തള്ളക്കോഴിയാണെങ്കിൽ ചിക്കിച്ചകഞ്ഞ് അതുപോലെ കോഴിക്കുട്ടികളും ചിക്കിച്ചകഞ്ഞ് കളിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇവരെ മണ്ണിൽ വിടേണ്ട സമയമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അഴിച്ചു വിടാൻ പറ്റത്തില്ല. കാരണം കാക്കയുള്ളതുകൊണ്ട് നമുക്ക് അഴിച്ചു വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു ഐഡിയയിൽ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തൊരു ചെറിയൊരു തട്ടിക്കൂടാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ കാരണം ഇപ്പം നല്ല ചൂടല്ലേ. അപ്പോൾ നമ്മുടെ ഈ തള്ളക്കോഴിക്കാണെങ്കിൽ കോഴിപ്പനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മണ്ണിലൊക്കെ കളിക്കുകയാണെങ്കിൽ ആ തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അധികം കോഴിപ്പനൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്റ്റോർ റൂമിലാണെങ്കിൽ ഭയങ്കര ചൂടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മണ്ടയ്ക്ക് വന്നത് ഒരു ടാർപ്പയും കൂടെ ഇട്ടിട്ടുണ്ട്. അതാണ് നീല കളർ നിങ്ങളെ കണ്ടത്. അപ്പോൾ ഞാനിവിടെ വെച്ച് നമ്മുടെ പഴയ നമ്മുടെ പെര പൊളിച്ചപ്പോഴാണെങ്കിൽ പഴയ പണ്ടത്തെ രീതിയിലുള്ള 2 തട്ടിലെ കഥകൊക്കെ ഉണ്ടായിരുന്നു. ആ കഥ ഇങ്ങനെ പൊളിച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഥകിൻ്റെ കുറച്ച് പലകളെടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ആണി അടിക്കാതെ തന്നെ നമ്മൾ കുറുകെ വെച്ചിട്ട് സൈഡിൽ നല്ലപോലെ കല്ലെടുത്ത് വെച്ചിട്ട് അതിന് വേണ്ടിക്ക് വല ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ പുതിയ തള്ളക്കോഴിയും കുട്ടികളെയും കൊണ്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെ കൊണ്ടിട്ടപ്പോൾ തന്നെ അവർ ആസ്വദിച്ച് മണ്ണിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മണ്ണിൽ കിടന്ന് കളിക്കുമ്പോൾ ഇവർക്ക് ആ ചെറിയൊരു ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടും. ആ മണ്ണിൻ്റെ ചെറിയൊരു തണുപ്പും കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെയാണ് ഞാൻ ഇവർക്ക് എങ്ങനെയാണ്, അതായത് നമ്മുടെ വലിയ കോഴികളെ ഞാൻ കാണിച്ചുള്ളൂ. വലിയ കോഴികളെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 1.5 മാസം 2 മാസം ആകുന്നുള്ളൂ. അപ്പോഴത്തേനും അവർ അത്രയും ആയിട്ടുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ വളർത്തിയെടുത്തോലെ ഞാൻ ഇവരെ എങ്ങനെ വളർത്തിയെടുക്കുക ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.